ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് ഫ്രൈ ആവാമല്ലേ. അപ്പോൾ ഒരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ നെയ്യുള്ള ബീഫ് എടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യുള്ള ബീഫാകുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കഴുകി വെച്ചേക്കുന്ന ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കീറിയ 2 പച്ചമുളക്, പിന്നെ സ്ലൈസായിട്ട് അരിഞ്ഞ കുറച്ച് സവാള, പിന്നെ ചതച്ചെടുത്ത കൊച്ചുള്ളി ചതച്ചെടുത്തേക്കുന്ന കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സാക്കി വെക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ടോടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പിലേക്ക് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചതച്ച് വെച്ചേക്കുന്ന കുറച്ചുകൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ പോലെ വരത്തില്ലേ, അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാക്കൊത്തില്ലെങ്കിൽ പിന്നെ എന്തോ ബീഫ് ഫ്രൈ അല്ലേ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ വീണ്ടും 2 തണ്ട് വറ്റൽമുളക് അതും ഇട്ട് കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വഴലുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അതിൻ്റെ ഒരു കളർ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ കൊച്ചുള്ളി, ഈ സവാളയും ഈ തേങ്ങാക്കൊത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്കിനി കുറച്ച് മസാലപ്പൊടിയും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ വേണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനൊരു തുടക്കക്കാരിയാണ് ഇവിടെ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ ആവശ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇളക്കി വച്ചേക്കുന്ന മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ബീഫ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. വഴറ്റി നമ്മളൊരു ബ്ലാക്ക് കളറിൽ എത്തിക്കുക. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കുരുമുളക് പൊടികളാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ എരിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചാണ് കേട്ടോ. എന്നാലും ബീഫ് ഫ്രൈക്കൊക്കെ കുറച്ച് എരിവുള്ളതല്ലേ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റോട് കൂടി നല്ല ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്, നാടൻ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.